വെറുതെ എന്തിനും നമ്മളായിട്ട് ബുദ്ധിമുട്ട് അവർക്ക് തോന്നിയവർ നടത്തുന്നു, അത്രേ ഉള്ളൂ. വേറെ എന്തോ പ്രശ്നം? ഹലോ, എൻ്റെ അറിവിനനുസരിച്ച് ഞാൻ ഇത് പറഞ്ഞു, അയ്യപ്പനെ തൊട്ട് കളിക്കേണ്ട ഒരു പൊന്നു മോൻ. ഇനി എന്ത് ഇപ്പം എന്നെ ഇവിടെ വാളിട്ട് വെട്ടിയിരുന്നിരുന്നാലും അയ്യപ്പനെ തൊട്ട് കഴിഞ്ഞാൽ ബഹുരാറ് ഇരിക്കുമ്പം കാണാം ഈ നടയിൽ നിന്ന് കെട്ടും കെട്ടി പോണത് 20-25 വയസ്സായ പെമ്പിള്ളേർ നമ്മളെ ദേഹം കോരിപ്പരിക്കുകയാണ് ആ സമയത്ത്. ശരിക്കും അയ്യപ്പനെ വെച്ച് കളിക്കണ്ടേ, പക്ഷേ അതിന് വിരോധമായിട്ടാണ് നമ്മളെ സർക്കാർ അത് ചെയ്തത്. ഓരോരുത്തരും അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്നു. പിന്നെ അതിൽ വിട്ടുനിന്ന് വർഗീയവാദികൾ മാത്രം വിട്ടുനിന്നുള്ളത് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും സ്ഥിരത ഇല്ലാത്തതാണ് അല്ലേ നാട്ടിൽ, അതാണ് എൻ്റെ സത്യം. അങ്ങനൊരു വലിയ മാറ്റമാണ് അയ്യപ്പ സംഗമത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും മാറും, മാറിക്കൊണ്ടേയിരിക്കും. സാക് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രസ്ഥാനങ്ങളുടെയും എതിർപ്പുകൾക്കും വിവിധ വിമർശനങ്ങൾക്കും ഒടുവിൽ സുപ്രീം കോടതിയിൽ നടത്തിയ കേസിനുമൊക്കെ അവസാനം ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ വിശാലമായ അയ്യപ്പ സംഗമം നടത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചറിയാം. അപ്പോൾ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നതിനെ പറ്റിയിട്ട് സാറിൻ്റെ ഒരു അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ്. കുറച്ച് പേരൊക്കെ സഹകരിക്കാൻ പറ്റി ഇനിയും ഇതേപോലെ മുന്നോട്ട് പോയാൽ അവർക്ക് തന്നെ കൊള്ളാം. ഇത്രേ ഉള്ളൂ എൻ്റെ നേരത്തെ ഉള്ളതെല്ലാം പോയല്ലോ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭരണത്തിൽ വന്നല്ലോ. അതൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയൊരു സങ്കല്പമാണ്. അത് നല്ല രീതിയിൽ നടന്നാൽ കൊള്ളാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അയ്യപ്പ സംഗമം സർക്കാർ നടത്തിയല്ലോ, അതെ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു പൊതുവിലൊരു വെറുതെ എന്തിനും നമ്മളായിട്ട് ബുദ്ധിമുട്ട് അവർക്ക് തോന്നിയവർ നടത്തുന്നു, അത്രേ ഉള്ളൂ. വേറെ എന്തോ പ്രശ്നം? അല്ല, മുൻപ് കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങളൊന്നും ഇല്ല, എല്ലാ ദിവസവും പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതിലിപ്പോൾ പ്രത്യേക കോടതി വിധി വന്നതിന് ശേഷം ഇതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. കാര്യം നമുക്കങ്ങനെ ആരെയും കുറ്റപ്പെടുത്തി പറയാൻ നോക്കില്ല. അത് എൻ്റെ പഠിക്കാൻ കാണിച്ചിട്ടുണ്ട്. അത് അല്ല, വേറെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇപ്പോൾ തിരുത്തിയെത്തുന്ന വളരെ നല്ല അഭിപ്രായമാണ്. അല്ല, ഈ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യുന്നത്തോളം പോട്ട് നമ്മളെ കാര്യം നടന്ന് പോകണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ നടത്തിയിട്ട് എന്താണ് ഒരു അഭിപ്രായം? എന്താ അയ്യപ്പ സംഘം നടത്തുന്നതിന് നല്ല കാര്യമല്ലേ? നേരത്തെ വളരെയധികം പ്രശ്നങ്ങളോ അങ്ങനെയല്ല. അയ്യപ്പൻ ദൈവങ്ങൾക്ക് എന്താ നടത്തിയത് നല്ല കാര്യമാണ്. അല്ലാതെ പിന്നെ രാഷ്ട്രീയമായ അത് എടുക്കേണ്ട കാര്യമില്ല. അതല്ല, ഒരു കാരണവശാലും അത് നമ്മളെ പോലെയുള്ള ഭക്തന്മാർക്ക് അത് കേൾക്കണത് ഒരു ശരിയുള്ള അവസ്ഥ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം, എല്ലാ ദൈവത്തിനെയും ഞാൻ വിളിക്കുന്നുണ്ട്. അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സാറിൻ്റെ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ ഈ ലോകം എന്താ ഇപ്പോൾ കണ്ടില്ലേ, ഓരോരുത്തർ പിന്നെ പ്രളയവും പിന്നെ എല്ലാം കൂടെ വെള്ളത്തിൽ പോയില്ലേ. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഇവിടെ ഈ സ്ഥലം അറിഞ്ഞൂടെ, എല്ലാം കൂടെ ഒളിച്ചുകൊണ്ട് പോയില്ലേ. അതുപോലെ പോകണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്തിനാ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഒരു നിലപാട് മാറ്റം ഉണ്ടല്ലോ ഈ സംഗമത്തിലൂടെ. ആ പഴയ പ്രശ്നങ്ങളൊക്കെ മാറ്റി തന്നിട്ട് പുതിയൊരു നിലപാടുമായിട്ട് സർക്കാർ വരുന്നതിൽ എങ്ങനെയുണ്ട്? ഇങ്ങനെ നിലപാടെന്ന് പറഞ്ഞാൽ ഈ ന്യായം പറഞ്ഞ കാര്യങ്ങൾ ഒഴിച്ച് വേറെ എന്തോ ചെയ്തോ പറഞ്ഞ മനസ്സിലായില്ലേ. ദൈവത്തിനെ തൊട്ട് കളിക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. എന്തുകാരും ഇപ്പോൾ BJP-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, പല സംഘടനകൾ, പല രൂപത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ ഇതൊക്കെ എന്നായപ്പോൾ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഇന്നും അതാണ്. പക്ഷേ ഇതിലൊരു ജോയിപ്പില്ല, ഒരു കാരണവശാലും ചോദില്ല. അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ അവർ അറിയും. ആരായിരുന്നാലും, മുഖ്യമന്ത്രി ആയിരുന്നാലും ശരിയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നാലും ശരിയാണ്, അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ അയ്യപ്പന് മാത്രമല്ല, ഈ വെറുതെ ഈ കേരളത്തിനകത്തിരിക്കുന്ന ഒരു ദൈവത്തിനെ തൊട്ട് കളിച്ചാൽ ബവർ അറിയുന്നുള്ളൂ. ഇതെല്ലാം നശിക്കും. വിലയ്ക്ക് പോയിട്ടുണ്ടോ? ഇപ്പോഴല്ലേ വിലയ്ക്ക് പോണേ? അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഈ അനുഭവിക്കണേ ഈ ജനങ്ങൾ അത്രയും പേര്. സർക്കാർ നിലപാടൊക്കെ മാറ്റി അയ്യപ്പ സംഗമം നടത്തുക. അതിനെ പറ്റിയിട്ട് എന്താണ് മക്കളെ? അതിന് എന്തോന്ന് പറയാം മക്കളെ? ഇവര് തന്നെയാണ്, ഈ സർക്കാർ തന്നെയാണ് പെമ്പിള്ളേരെ കയറ്റി വിട്ടത്. ഈ സർക്കാർ ഇരുന്നപ്പോൾ അല്ലേ പെമ്പിള്ളേർ പോയത്? ഞങ്ങളൊക്കെ 55 വയസ്സ് കഴിഞ്ഞിട്ടേ നമ്മൾ മലയ്ക്ക് പോയിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാം പുതുമാൾ വന്ന് ഇവിടെ ഇരിക്കുമ്പം കാണാം ഈ നടയിൽ നിന്ന് കെട്ടും കെട്ടി പോണത് 20-25 വയസ്സായ പെമ്പിള്ളേർ നമ്മളെ ദേഹം കോരിപ്പരിക്കുകയാണ് ആ സമയത്ത്. പോകാറുണ്ടോ? ഇപ്പോഴും അതല്ലേ മക്കളെ പറഞ്ഞത്. ഞാൻ വരെയും പോണത് ഞാൻ കണ്ടതല്ലേ. അവരെ നിർത്തല് എന്തോന്ന് നിർത്തല് ചെയ്യും? എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇനി എന്തോന്ന് നിർത്തല് ചെയ്യാൻ? ചരിത്രത്തിൽ പമ്പയിൽ വെള്ളം കയറി അറിവുണ്ടാ? ഈ സർക്കാരല്ലേ അത് തുലച്ചത്. പെമ്പിള്ളേരെ അത്രയും കയറ്റി വിട്ടപ്പോൾ അയ്യപ്പം കൊണ്ടങ്ങ് വഴി വെച്ച് കൊടുത്ത് ഇതൊക്കെ ഒരിക്കലും നന്നാകണ്ടെന്നും പറഞ്ഞു.
അയ്യപ്പ ആരാണെന്ന് വിചാരിക്കണം അവർ. നേരത്തെ കോടതി വിധിയെ സംബന്ധിച്ച് കോടതി വിധിയെ മാനിച്ചുകൊണ്ട് സ്ത്രീകളെ കയറ്റാനൊക്കെ സർക്കാർ തയ്യാറാണ്. ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത് ശരിയായ ഉദ്ദേശത്തോടു കൂടിയാണോ അതോ രാഷ്ട്രീയമായ എന്തെങ്കിലും മിക്കവാറും വിശ്വസിക്കുന്നു? അതിപ്പോൾ നമുക്കറിയില്ലല്ലോ. കാരണം അവർ ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇതെടുക്കാൻ പാടില്ല, പ്രത്യേകിച്ച് അയ്യപ്പൻ്റെ കാര്യത്തിൽ. നേരത്തെ അവർ ഒരു സ്ത്രീ പ്രവേശനമൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ്? അത് ഈ തെറ്റായ അതിൻ്റെ ഭരണ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ശരിക്കും അയ്യപ്പനെ വെച്ച് കളിക്കണ്ടേ. അതിപ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ നമ്മളെ ഒരു വിശ്വാസമാണല്ലോ, പുരുഷന്മാർ മാത്രമാണ് സ്ത്രീകളെ കയറ്റേണ്ടതെന്നുള്ളത്. അതൊരു സങ്കല്പം മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യം കൂടെയാണ് സംഭവം. പക്ഷേ അതിന് വിരോധമായിട്ടാണ് നമ്മളെ സർക്കാർ അത് ചെയ്തത്. ഇതൊരു വളരെ മോശം നിലപാട് മാറ്റം വളരെ പോസിറ്റീവായിട്ട് കാണും. അറിയില്ല, അത് പറയാൻ പറ്റില്ല. നിലപാട് മാറിയതാണെന്ന് വിശ്വസിക്കുന്നില്ല. ഇല്ല, അങ്ങനെ ഒരു സംഭവം അവരിലും ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നു. ഞാൻ പറയാൻ പറ്റില്ല. രണ്ടിലും അഭിപ്രായമില്ല. നേരത്തെ നടത്തിയ പ്രവേശനം, വനിതാ പ്രവേശനം, അതിലും എനിക്കൊരു അഭിപ്രായം പറയാനില്ല. അതിലില്ല ഇതിലുമില്ല. വനിതാ പ്രവേശനത്തിനൊക്കെ സർക്കാർ അത് കോടതി വിധിയല്ലേ നടപ്പിലാക്കിയ ഒക്കൂല എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എല്ലാവരും സമ്മതിച്ചതാണ്. പിന്നീട് അത് എന്താ നേട്ടത്തിന് വേണ്ടി അവരെന്നെ കാലുമാറിയതാണ്. എന്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാം നമ്മൾ നിങ്ങളണക്കുള്ള ആളുകൾ പറഞ്ഞതും ബാക്കിയുള്ള കാര്യങ്ങൾ അറിവേ നമുക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ ഏതാണ് സത്യം എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാവും. ആ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചിരുന്നോ? അനുകൂലിക്കില്ല, അനുകൂലം എന്നുമില്ല. നമ്മളിപ്പോൾ ഇതിൽ രണ്ടും പറയാൻ ഒക്കില്ല. പറയാൻ ഒക്കാത്ത കാര്യം അതും കോടതിയിലെ കാര്യങ്ങൾ. അപ്പോൾ അത് പൊതുവായിട്ടുള്ളൊരു കാര്യം. ഒരു സാറിൻ്റെ ഒരു വിശ്വാസപ്രകാരം എനിക്ക് ദൈവവിശ്വാസിയാണ്. ഞാനിപ്പോൾ തൊഴാൻ പോവുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ പ്രവേശനം അത് മുമ്പ് ഉണ്ടായിരുന്നെന്ന് പറയണുണ്ട്. അത് പിന്നീട് കോടതി വിധി വേണ്ടെന്ന് വെച്ച്. അപ്പം മുമ്പ് പ്രവേശനം നേരത്തെ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ടല്ലേ വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് ഒന്നും അറിയാൻ ഒക്കില്ല. യുവതീ പ്രവേശനം നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ നേരത്തെ അനുകൂലിച്ചിരുന്നു. അപ്പോൾ ആ ഒരു നിലപാട് ശരിയാണോ? സർക്കാരിന് കോടതിയുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ചെയ്യാൻ ഒക്കുള്ളൂ. അതിൻ്റെ ഒരു ദൂരം രണ്ടുപേരും നടത്തിയതും കൊള്ളാം. രണ്ടുപേരും നടത്തിയതും കൊള്ളാം. BJP നടത്തിയതും സർക്കാർ നടത്തിയതും കൊള്ളാം. നേരത്തെ സർക്കാർ സ്ത്രീകളുടെ പ്രവേശനത്തിന് അനുകൂലിച്ചിരുന്നു. ഇപ്പോൾ നടത്തുന്ന ഒരു സംഗമം ശരിക്കും ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ഭക്തന്മാരുടെ ഒരു സംഗമം എന്ന രീതിയിൽ നടത്തുകയാണ്. അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുന്നു. അത് സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓരോരുത്തരും അവരവരുടെ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്നു. അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഭക്തൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഈ സംഗമം നടത്തിയത്. അങ്ങനെയല്ല. പിന്നെ ആണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് നടത്തിയാൽ പോരെ? പ്രത്യേകം നടത്തണോ? ഇപ്പോൾ സർക്കാർ നടത്തി. ഇപ്പോൾ കേരള ഗവൺമെൻറ് നടത്തിയ സംഗമം ശരിക്കും അത് രാഷ്ട്രീയമായിട്ടായിരുന്നോ അതോ ഭക്തന്മാരുടെ ഒരു ആവശ്യം? ഭക്തന്മാരുടെ ആവശ്യങ്ങളൊക്കെ ഭക്തന്മാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കേരള സർക്കാർ നടത്തിയത്. മറ്റവർ അവരുടെ രാഷ്ട്രീയം അല്ല, അവരും ഭക്തന്മാർക്ക് വേണ്ടി തന്നെ, രണ്ടുപേരും ഭക്തന്മാർക്ക് വേണ്ടി തന്നെ ചെയ്ത്. ഇതുപോലത്തെ സർക്കാരിന് വേറെ കിട്ടില്ല. ഇനി വരുന്ന 5 വർഷം ഈ സർക്കാർ തന്നെ ഭരിക്കും. എന്തുകൊണ്ടും ഭരിക്കാൻ യോഗ്യരാണ്. നേരത്തെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് എല്ലാവരും സൗകര്യവും വർഗീയതവൽക്കരിച്ചവർ മാത്രം അവിടെ പോയിട്ടില്ല. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. പരിപാടി വിജയിച്ചു. അപ്പോൾ നേരത്തെ ഒരു വനിതാ പ്രവേശനത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അത് സുപ്രീം കോടതി നിയമം പാസ്സാക്കിയതല്ലേ, സർക്കാർ ചേർന്ന് നിന്നതേ ഉള്ളൂ. അല്ല, സർക്കാർ നിർബന്ധമല്ല പെണ്ണുങ്ങളെ കേട്ടുള്ള നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു സത്യവാങ്മൂലമൊക്കെ കൊടുത്തിരുന്നല്ലോ ഇതിന് അനുകൂലമായിട്ട്. സത്യവാങ്മൂലം സർക്കാർ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. കാരണം അവിടെ സ്ത്രീകളെ കയറേണ്ടെന്ന് ഇന്നുവരെ ഒരു വയലിലും എഴുതി വെച്ചിട്ടില്ല. പിന്നെ അത് തികച്ചും സ്വാഗതം എല്ലാവർക്കും. കാരണം കയറേണ്ടവർ കയറണമെന്നുള്ള താല്പര്യത്തോടെ ചെയ്ത്. ഇപ്പോഴത്തെ ഒരു സംഗമം പൊതുവിൽ അയ്യപ്പന്മാരുടെ ഒരു തീർച്ചയായിട്ടും അത് നല്ലൊരു കൂട്ടായ്മ തന്നെയാണ്. കാരണം എല്ലാവരും സ്വാഗതാർഹം തന്നെയാണ്. അതിൽ എല്ലാവരും പങ്കെടുത്ത്. പിന്നെ അതിൽ വിട്ടുനിന്ന് വർഗീയവാദികൾ മാത്രം വിട്ടുനിന്ന് അതെ, എല്ലാവരും അവരവരുടെ വിശ്വാസം രക്ഷിക്കട്ടെ. അല്ല പിന്നെ ഇതുപോലെ തന്നെ അല്ല, ഒരു നേരത്തെ ഒരു സ്ത്രീ പ്രവേശനത്തിന് അനുകൂലിക്കുന്ന ഒരു നിലപാടായിരുന്നു. അത് ഓരോ കാലഘട്ടത്തിൽ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. നാടകത്തിൽ അതിൻ്റെ ഒരു പ്രശ്നം അല്ല, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. തിരുത്തിയെന്നാണ് പറയുന്നത്. അല്ല, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അതാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നും അന്നുള്ളത് പോലെ അല്ലല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും സ്ഥിരത ഇല്ലാത്തതാണ് അല്ലേ നാട്ടിൽ. അതാണ് എൻ്റെ സത്യം.
അങ്ങനൊരു വലിയ മാറ്റമാണ് അയ്യപ്പ സംഗമത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും മാറും, മാറിക്കൊണ്ടേയിരിക്കും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.